ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എൻ്റെ നാട്ടിലെ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് എൻ്റെ അമ്മ മാമ്പഴം കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ മാമ്പഴം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാമ്പഴം തൊലി കളഞ്ഞതിന് ശേഷം അത് മുഴുവനായും കറിയിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മാമ്പഴം 2 ചെറുതായി മുറിച്ചത്, തേങ്ങ അരമുറി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 2, തൈര് 1/2 കപ്പ്, കടുക് 1/4 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉലുവ 1/4 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി ചൂടാക്കാനായിട്ട് വെക്കണം. ചട്ടി ചൂടായതും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ എണ്ണ ഒഴിക്കാൻ സ്പൂൺ ഉപയോഗിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ സ്പൂണൊന്നും ഉപയോഗിക്കാറില്ല. നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അതെല്ലാം അങ്ങനെ ഒഴിച്ചാൽ അവർക്ക് അതിനൊരു കണക്കുണ്ടാകല്ലേ. എണ്ണ ചൂടായതും നുറുക്കി വെച്ചിരിക്കുന്ന മാമ്പഴ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഞങ്ങൾ നാട്ടിലെ വെക്കേഷന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും അമ്മയുടെ അടുത്താണ് ഒന്നിച്ച് കൂടാറ് പതിവ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഇത്തിരി മുളക് പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടത്തിന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കറിയിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് തൈര് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമുക്ക് ഈ കറി ഇറക്കി വെച്ചിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതും ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയുടെ നിറം ഒന്ന് മാറിയതും കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവയുടെ നിറവും മാറി കടുകും പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.